പുതിയൊരു ബ്ലോഗിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങാടിക്ക് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങാടിക്ക് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പൊന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ചാണ്ട് CMR മുടി ഇട്ടാണ്ട് പിന്നെ മിച്ചിക്ക് എന്തൊക്കെ പച്ചക്കറികൾ അങ്ങനത്തൊക്കെ വാങ്ങാണ്ട് പിന്നെ ഡ്രസ്സ് എടുക്കാണ്ട് എല്ലാം എടുക്കാണ്ട്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എൻ്റെ അമ്മച്ചിൻ്റെ ഓലപ്പല്ലേ പോണേ. അപ്പോൾ സമയം പോകണമെന്ന് അറിയുന്നില്ല. ചിലപ്പോൾ രാവിലെ പോയാൽ വൈകുന്നേരമൊക്കെ ഒലപ്പൊക്കെ വരിക. ഇതപ്പോൾ കാട്ട് നിങ്ങളങ്ങനെ വരില്ലല്ലോ. നിങ്ങൾ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തോ? നിങ്ങൾ നോമ്പ് 18 ഇപ്പം എത്ര നോമ്പ് നിങ്ങൾ എടുത്തു? ഞാൻ 18 എടുത്തു. ഞാൻ നിങ്ങളെത്ര എടുത്തതെന്ന് കമൻറ്റ് ബോക്സിൽ ഇടി. ഫുള്ളെടുത്തവർ കൈ എന്ത് ചെയ്യും? ഞാൻ ഫുള്ളെടുത്തുക്കണു. ഫുള്ളെടുക്കാത്തവർ എത്ര എടുത്തതെന്ന് കമൻറ്റ് ബോക്സിൽ പറയും. അപ്പോൾ പോവാൻ നിൽക്കാണ്. പോകുമ്പോൾ കാണാം. അസ്സലാമലൈക്കും മുത്തുമണീസ്. അപ്പോൾ ഇൻട്രൊക്കെ യാസീന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഞങ്ങളങ്ങനെ ചെറുതായിട്ടൊന്ന് അങ്ങാടിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എന്നെ സിയുടെ മുടി ഇട്ടാന്ന് വിചാരിച്ചെങ്ങാണ്ട് അങ്ങനെ ആ ഒരു കടയ്ക്ക് ബാർബർ ഷോപ്പിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അവളെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആ ലെങ്ത്തൊക്കെ ഒന്ന് ആ ലോങ് ആയതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതായത് അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല മുടി കട്ട് ചെയ്ത് കളയണത്. പക്ഷെ എന്നാലും കൂടിയിട്ട് ഇപ്പം തന്നെ നമ്മളിങ്ങനെ വളർത്തി ഇതാക്കി കഴിഞ്ഞാലേ ഹെയർ ലോസൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് ഞാൻ അവൾക്ക് ഇങ്ങനെ ഞാൻ 2 മന്ത് കൂടുമ്പോഴൊക്കെ അവളത് കട്ട് ചെയ്ത് അങ്ങനെ കളയലുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യണ്ട് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ സെറ്റാക്കുന്നുണ്ട്. അവളെ മുഖം കണ്ടാൽ അറിയാം ഞങ്ങൾക്ക് തീരെ താല്പര്യമല്ല ഇങ്ങനെ കട്ടാക്കണം എന്ന്. അവൾക്ക് തീരെയല്ല, അവൾക്ക് നല്ലോണം മുടി വേണമെന്നാണ്. പക്ഷെ അവിടുന്ന് പിന്നെ അതിലേക്ക് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ജ്യൂസ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ ഒരു കടയിൽ കയറി അവൾക്ക് ഒരു ജ്യൂസ് മേടിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡെയിലി വെയേഴ്സിന് വേണ്ട ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഫാഷൻ മാളിലേക്ക് കയറിയതാണ്. അതിന് ശേഷം പിന്നെ അവിടുന്ന് സിയക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ടോ. അതിന് ശേഷം പിന്നെ ഞങ്ങൾ വൈറസിക്കൊന്ന് കയറി യാസിൻക്ക് ഒരു പാൻറ്റും പിന്നെ ഒരുപോലെ ഷർട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറി. അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. എനിക്ക് കുറച്ച് സാധനങ്ങൾ കുറച്ച് അധികം സാധനങ്ങൾ തന്നെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചെങ്ങാണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിട്ടോ. തിരിച്ച് പിന്നെ ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. സാധനങ്ങളൊക്കെ പാടെ കൂടിയിട്ട് നമ്മൾക്ക് നടന്നു വരാൻ ബുദ്ധിമുട്ടല്ലേ. തിരിച്ച് ഞങ്ങളൊരു ഓട്ടോക്ക് കയറി. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന്. പുറത്തിറങ്ങിയിട്ടില്ല കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും.